back to Anu's Magic Plate. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു നാടൻ ഐറ്റമാണ്, നാടൻ ചേമ്പില താളുതോരൻ. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു കാണും. വിത്തില്ലാത്ത ടൈപ്പ് ഒരുതരം ചേമ്പാണത്. അതിൻ്റെ ഇലയും തണ്ടും എടുത്താണ് നമ്മൾ കറി വയ്ക്കുന്നത്. അപ്പോൾ വളരെയധികം പോഷക ഗുണങ്ങളുള്ള ആ ചേമ്പില താളുതോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുൻപായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എങ്കിൽ നമുക്ക് വീഡിയോ കാണാം. ചേമ്പിലയും അതുപോലെ അതിൻ്റെ തണ്ടും കൂടെ നല്ല രീതിയിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കണം. നമ്മൾ ചീരയിലയൊക്കെ കൂട്ടിപ്പിടിച്ച് അരിയുന്ന പോലെ അരിഞ്ഞെടുത്താൽ മതി. ഈ രീതിയിൽ കൂട്ടിപ്പിടിച്ച് അരിഞ്ഞെടുക്കുക. ഇല അരിയുന്ന പോലെ തന്നെ ഈ ചെറിയ രീതിയിലുള്ള തണ്ടും അരിഞ്ഞെടുക്കാം. അതുപോലെ കുറച്ച് വലിപ്പമുള്ള തണ്ടാണെങ്കിൽ നമുക്കൊന്ന് ചീകിയെടുക്കണം. അതിൻ്റെ പുറത്തെ ആ ഒരു ചെറിയൊരു ഭാഗം ഈ ഒരു രീതിയിൽ ചീകി മാറ്റിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ചെറിയ രീതിയിൽ നാലായിട്ട് കീറിയിട്ട് അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള ഇലയും ആ തണ്ടും ഞാൻ അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ചേമ്പിലയും ആ തണ്ടും ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടിട്ട് ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഇലക്കറികളെല്ലാം തന്നെ അങ്ങനെയാണ്, അരിയുമ്പോൾ ഒത്തിരി ഉണ്ടെന്ന് തോന്നും, പക്ഷേ കറിയായി കഴിയുമ്പോഴത്തേക്കിന് ഒത്തിരി ഒതുങ്ങിപ്പോകും. അപ്പോൾ തോരൻ ഉണ്ടാക്കുവാനായിട്ട് വേണ്ട സാധനങ്ങൾ: ആദ്യം കടുക് താളിക്കണം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കടുക്, 2 തണ്ട് കറിവേപ്പില, 1 വറ്റൽമുളക്. പിന്നെ അരപ്പ് റെഡിയാക്കുവാനായിട്ട് ഒരു ചെറിയ ബൗള് തേങ്ങ ചിരകിയത്, പിന്നെ 2 പച്ചമുളക്, 2 ചുവന്ന ഉള്ളി, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇത്രയും മതിയാകും. എങ്കിൽ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് തോരനുള്ള തേങ്ങയൊന്ന് ഒതുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഉള്ളി ചെറിയ രീതിയിൽ അരിഞ്ഞിടുക. അതുപോലെ പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിടുക. ഈ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഈ രീതിയിലൊന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ തോരനുള്ള തേങ്ങയൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ തോരനുള്ള തേങ്ങ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ അരിഞ്ഞു വെച്ചത് വേറൊരു പാത്രത്തിലാക്കിയിട്ട് നമുക്ക് ഉപ്പ് തിരുമ്മി ഒന്ന് പിഴിഞ്ഞെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇത് കുടഞ്ഞിടാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് ഞെരടിയിട്ട് ചെറിയ രീതിയിൽ വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളയണം. ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി. അത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൂടുതൽ വെള്ളമയം കൂടുതലുണ്ട്. ഈ തണ്ടും കൂടെ ഞാൻ അരിഞ്ഞതുകൊണ്ട് കൂടുതൽ വെള്ളം ഇതിനുള്ളിലുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞ് കളയുവാണെങ്കിൽ കൂടുതലുള്ള വെള്ളം അങ്ങോട്ട് മാറുകയും ചെയ്യും. പിന്നെ ചില സമയത്ത് നമുക്ക് ഈ കറി കൂട്ടുമ്പോൾ ചെറിയ രീതിയിൽ വായിൽ ചൊറിച്ചിൽ അനുഭവപ്പെടും. അതും കൂടെ മാറുവാനായിട്ടാണ്. പിന്നെ കറി വെക്കുമ്പം തന്നെ അധികം കുഴഞ്ഞു പോവുകയില്ല. ഒരുപാട് വെള്ളം ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് ചെറിയ രീതിയിലൊന്ന് പിഴിഞ്ഞ് കളയണമെന്ന് പറയുന്നത്. ഒത്തിരി പിഴിഞ്ഞ് കളയരുത്. ഇലയും കൂടെ ഉള്ളതുകൊണ്ട് അതിൻ്റെ പോഷകങ്ങളൊക്കെ പോകും. എങ്കിൽ നമുക്ക് ഒന്ന് ഞെരടി പിഴിയാം.
അപ്പോൾ ചെറിയ രീതിയിൽ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുവാണ്, ഒരുപാട് പിഴിഞ്ഞ് കളയരുത്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇലക്കറികൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തേങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ട് ആവി കയറ്റുന്നതാണ് നല്ലത്. നമ്മൾ ഇലക്കറികൾ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ തേങ്ങ ഇട്ട് കൊടുക്കാൻ നോക്കുക. ആവി കയറ്റുന്നതിന് മുമ്പ് തന്നെ തേങ്ങ ഒന്ന് തിരുമ്മി കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും തന്നെ ആയിക്കോളും. ഇപ്പോൾ നമ്മൾ ആദ്യം ഇലയൊന്ന് ആവി കയറ്റി കഴിഞ്ഞാണ് അരപ്പ് ചേർക്കുന്നതെങ്കിൽ അരപ്പ് അവിടെ ഇവിടെ ആയിട്ട് കൂടിയിരിക്കും. അപ്പോൾ കുറച്ച് പാടായിരിക്കും എല്ലായിടത്തും ഒന്ന് പറ്റിക്കണമെങ്കിൽ. ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ ഇലയിൽ എല്ലായിടത്തും തന്നെ അരപ്പ് പിടിക്കുകയും ചെയ്യും. പെട്ടെന്ന് തന്നെ ആവി കയറ്റി കറി റെഡിയാക്കാനും പറ്റും. തോരൻ ഉണ്ടാക്കുവാനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ വറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഏകദേശം മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പ് പിഴിഞ്ഞെടുത്തതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മൂടി വെച്ച് ആവി കയറ്റാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ ഒന്ന് മൂടി വയ്ക്കാം. ഏകദേശം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് പിഴിഞ്ഞെടുത്തത് കൊണ്ട് ആവശ്യത്തിന് ഉപ്പുണ്ടായിരിക്കും. കുറച്ചും കൂടെ വേണം. അരപ്പിനുള്ളത് മാത്രം മതി. അരപ്പ് ചേർത്തപ്പം ചെറിയൊരു കുറവ് വന്നു. അപ്പോൾ അതിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. ഇലക്കറികളിലൊക്കെ ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പെട്ടെന്ന് തന്നെ ഉപ്പ് കൂടും. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി അധികം കുഴഞ്ഞു പോകാതെ നമുക്ക് കുറച്ച് നേരം തുറന്ന് വെച്ച് കുക്ക് ചെയ്യാം. ആ വെള്ളമയമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. വളരെ നല്ല ടേസ്റ്റാണ് ഇതിന്. ഇലയും താളും കൂടെ കൂട്ടിയുള്ള കറിയാണിത്. അപ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. ഒത്തിരി ഗുണങ്ങളുള്ളതാണ് ഈ ചേമ്പിലയ്ക്ക്. തുറന്ന് വെച്ച് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ ചേമ്പില താളു തോരന് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചേമ്പില താളു തോരൻ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ പോഷക ഗുണങ്ങളുള്ളതാണ് ഈ ചേമ്പിലയ്ക്ക്. നമ്മുടെ ശരീരത്തിന് ഇലക്കറികളെല്ലാം തന്നെ വളരെ നല്ലതാണ്. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഇലക്കറികൾ ഉൾപ്പെടുത്തുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി വേറൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.